ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രകടിതമാകുന്നത് ഗുരുവിലായതുകൊണ്ട് ഗുരുവിനെ ഈശ്വരനായി ആരാധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ശരീരത്തിൽ ഒതുങ്ങുന്ന ആളല്ല ഗുരു. അമ്മയുടെ ശരീരം നമുക്ക് കാണുന്നു എങ്കിലും, നമുക്ക് കാണാൻ സാധിക്കും എന്നുണ്ടെങ്കിലും, അമ്മയെ സംബന്ധിച്ചിടത്തോളം സകല ശരീരങ്ങളും അമ്മയുടേതാണ്. തൻ്റെ ഈ രൂപത്തിൽ ഒതുങ്ങുന്നു എന്ന തോന്നൽ അമ്മയ്ക്കില്ല. സകല ചരാചരങ്ങളിലും താൻ നിറഞ്ഞിരിക്കുന്നു എന്ന അനുഭവമാണ് മഹാത്മാക്കൾക്കുള്ളത്. അതുകൊണ്ട് സകലരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കൾക്ക് സാധിക്കുന്നു. നമുക്ക് സാധാരണ സ്നേഹിക്കുവാൻ സാധിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിച്ചേക്കും, സൗന്ദര്യമുള്ളവരെ സ്നേഹിക്കുവാൻ സാധിച്ചേക്കും, പണമുള്ളവരെ സ്നേഹിക്കുവാൻ സാധിച്ചേക്കും. നമ്മളുടെ സ്നേഹത്തിനൊക്കെ ഒരു കാരണമുണ്ട്. എന്നെ സ്നേഹിച്ചാൽ നിന്നെ സ്നേഹിക്കാം, എനിക്ക് വേണ്ടതൊക്കെ തരുമെങ്കിൽ നിന്നെ സ്നേഹിക്കാം, എനിക്ക് പണം തന്നാൽ നിന്നെ സ്നേഹിക്കാം, എൻ്റെ പാർട്ടിയിൽ ചേർന്നാൽ നിന്നെ സ്നേഹിക്കാം, എൻ്റെ മതത്തിൽ ചേർന്നാൽ നിന്നെ സ്നേഹിക്കാം. ഇങ്ങനെ ഉപാധികളോട് കൂടിയ സ്നേഹമാണ് നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുക. യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം, അതാണ് നമുക്ക് മഹാത്മാക്കളിൽ കാണാൻ സാധിക്കുക. സാധാരണ മനുഷ്യനും മഹാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ അവരുടെ ജീവിതത്തെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഹോമിക്കുന്നു. പക്ഷേ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മഹാത്മാക്കൾ തങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുന്നു എങ്കിലും ലോകം അതറിയുന്നത് വൈകി മാത്രമായിരിക്കും. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നിന്ദിക്കുന്നു, അവർ ശരീരം വെടിയുമ്പോൾ ആരാധിക്കാൻ ഓടിക്കൂടുന്നു. മഹാപുരുഷന്മാരെ ആരെയും ലോകം വെറുതെ വിട്ടിട്ടില്ല. ക്രിസ്തുദേവനെ കുരിശിൽ തറച്ചു, സോക്രട്ടീസിന് വിഷം നൽകി, ഭഗവാൻ ശ്രീകൃഷ്ണനെ കള്ളനെന്ന് വിളിച്ച് അപമാനിച്ചു, ശ്രീരാമകൃഷ്ണദേവനെ ഭ്രാന്തൻ പൂജാരി എന്ന് പറഞ്ഞ് കളിയാക്കി. മഹാപുരുഷന്മാരെ ആരെയും സമൂഹം വെറുതെ വിട്ടില്ല. ഇതുപോലെ അമ്മയ്ക്കെതിരെയും ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാതെ പലരും പലതും പുലമ്പുന്നുണ്ടാവും. പക്ഷേ മഹാത്മാക്കൾ അവർ ആ സ്നേഹ ഗംഗാ പ്രവാഹം യാതൊരു തടസ്സവും ഇല്ലാതെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനിതൊന്നും തടസ്സമാകുന്നില്ല. 1000 പേർ ഒരുമിച്ച് ചേർന്ന് അലറിക്കൊണ്ട് പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. ക്രിസ്തുദേവന്റെ മുന്നിൽ വിരൽ ചൂണ്ടി ജനം ആർത്തട്ടഹസിച്ച് പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊല്ലണമെന്ന് സമൂഹം ആവശ്യപ്പെടുന്നു. ഒരു തെറ്റും ചെയ്യാത്ത സോക്രട്ടീസിനെ വിഷം കുടിപ്പിക്കുന്നു. മഹാത്മാക്കളെ തിരിച്ചറിയാതെ മനുഷ്യൻ അവർ ജീവിച്ചിരിക്കുമ്പോൾ നിന്ദിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ മഹാത്മാക്കളെ തിരിച്ചറിയുന്ന പുണ്യാത്മാക്കൾ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവതാരമൂർത്തികൾ വീണ്ടും വീണ്ടും ഇവിടെ ആവിർഭവിക്കുന്നത്. ഭാരതത്തിൽ ഉദയം ചെയ്യുന്ന മഹാത്മാക്കൾ ഈ ലോകത്തിന് മുഴുവനും സ്നേഹത്തിൻ്റെ സന്ദേശം പകരുന്നു. അമ്മ പറയാറുണ്ട്, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ശിഖരങ്ങളിലും ഇലകളിലും അത് ഒരുപോലെ എത്തുന്നത് പോലെ ഭാരതത്തിൽ ഈശ്വരൻ അവതരിക്കുമ്പോൾ അത് ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്നു. കാരണം ഭാരതം ലോകത്തിൻ്റെ ഹൃദയമാണ്. ലോകത്തിൻ്റെ സിരകളിലേക്ക് ആധ്യാത്മിക ശക്തി പ്രസരിപ്പിക്കുന്ന നാടാണ് ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത നാടാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അതിൽ ഉൾപ്പെടുന്നുവത്രേ. ലോകത്തിൻ്റെ ഹൃദയമാണ് നമ്മൾ താമസിക്കുന്ന ഭാരതം. അനേകം രാജ്യങ്ങൾ, അനേകം മതങ്ങൾ, അനേകം ഭാഷകൾ, സംസ്കാരങ്ങൾ, ഇതൊക്കെ ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അമ്മയുടെ അടുത്ത് വരാൻ തുടങ്ങിയത്. ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ വിമർശന ബുദ്ധിയോടെയാണ്
അമ്മയെ കാണാൻ എത്തിയത് എങ്കിലും നേരിൽ കണ്ടത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അമ്മയുടെ മുന്നിൽ ശിരസ് കുനിച്ചു. പലപ്പോഴും പൂർവാശ്രമത്തിലെ ബന്ധുക്കൾ നിർബന്ധിച്ചിട്ടും ഞാൻ അമ്മയെ കാണാൻ കൂട്ടാക്കിയില്ല. അതിന് കാരണമുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ മുമ്പിൽ തലകുനിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷണം പുച്ഛിച്ചു തള്ളേണ്ടി വന്നു. പക്ഷേ അമ്മയെ കണ്ടപ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വം ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാവാത്ത വിധത്തിലുള്ള ഈശ്വരീയ ഗുണങ്ങൾ അമ്മയിൽ വിളങ്ങുന്നത് കണ്ടപ്പോൾ അവിടെ ആത്മസമർപ്പണം ചെയ്തു.